നമസ്കാരം, നന്ദകുമാറാണ്. ഇപ്പോൾ അഖിൽമാരാർ പറഞ്ഞ ബിഗ് ബോസിനെതിരെ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അഖിൽമാരാറിൻ്റെ ഒരു പുതിയ ഇൻ്റർവ്യൂ ഇപ്പം മൂവി വേൾഡ് മീഡിയക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടു. അഖിൽമാരാർ വെക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ കാസ്റ്റിംഗ് കൗച്ച് പോലത്തെ ഒരു പരിപാടി, അതായത് സ്ത്രീകളുടെ ശരീരം യൂസ് ചെയ്യുന്ന പരിപാടിയും ബിഗ് ബോസിലുണ്ട്. അതുപോലെ തന്നെ സാലറി കട്ട് ചെയ്യിച്ചിട്ട് കമ്മീഷൻ അടിക്കുന്ന പരിപാടിയും ബിഗ് ബോസിലുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഹോൾഡ് ഓൺ ചെയ്തിട്ട് കഴിവുള്ള ആൾക്കാരെ പോലും തള്ളിക്കളയുന്ന രീതി അവിടെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആരോപണങ്ങളൊന്നും തന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാര്യം എല്ലാ മേഖലയിലും, ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മേഖലകളിലും, ഇന്ത്യയിലുള്ള എന്ത് മേഖലകളിൽ എന്ത് തരം ബിസിനസ് ഉണ്ടോ അവിടെ എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു പ്രശ്നം നടക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഒരു ജോലി ചെയ്യുന്ന ഒരു 100 പേരുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ ജോലി ചെയ്യുമ്പോൾ ഹൈറാർക്കി എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ ഓൾറെഡി. ഇപ്പം അത്യാവശ്യം കഴിവില്ലാത്തവർക്ക് ഉള്ളൊരു കഴിവാണ് സംസാരിക്കാനുള്ള കഴിവ്. കഴിവില്ലാത്തവർക്ക്, അതായത് പ്രാക്ടിക്കലി ഇപ്പം അക്കൗണ്ടൻറ്റിനാണെന്നുണ്ടെങ്കിൽ നല്ല അക്കൗണ്ടൻറ്റ് അറിയത്തില്ലായിരിക്കും, പക്ഷെ അവന് സംസാരിക്കാൻ ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവൻ എന്ത് ചെയ്യും, അവിടുത്തെ മുതലാളി ഇടുക്കിയിൽ കണാക്കണ എന്ന് പറഞ്ഞ് സംസാരിച്ച സ്ഥാപനം മൊത്തം നശിപ്പിച്ചാണ്. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മലയാള സിനിമ അടിക്കുന്ന നടക്കം നശിച്ചു പോയത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പുറത്ത്. ഇപ്പം ഞാനൊക്കെ അന്ന് ക്രിസ്റ്റഫർ സിനിമയ്ക്കെതിരെയൊക്കെ വന്നിരുന്ന് സംസാരിച്ചതിൻ്റെ കാരണവും അങ്ങനെ തന്നെയാണ്. കാര്യം മലയാള സിനിമ നല്ല സിനിമകൾ വരണമെങ്കിൽ കഴിവും ടാലൻറ്റും ഉള്ള ആൾക്കാരെ വന്നേ പറ്റൂ. അവർക്കുള്ള വേദി ഒരുക്കി കൊടുത്തേ പറ്റൂ. കഴിവും ടാലൻറ്റും ഉള്ളവരെ അടിച്ചമർത്തിയിട്ട് ഒരു പണ്ടാരം ചെയ്തു കഴിഞ്ഞാൽ ഒരു സാധനത്തിൽ ഒരു ഡെവലപ്മെൻറ്റും ഉണ്ടാവില്ല. കഴിവില്ലാത്തവനെ കഴിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയണം. അതാണ് വേണ്ടത്. കഴിവില്ലാത്തവനെ കഴിവില്ല എന്ന് പറഞ്ഞ് തന്നെ തള്ളിക്കളയണം. അവൻ പോയി പഠിച്ചിട്ട് വരട്ടെ, അവൻ പോയി ടാലൻ്റ് ഉണ്ടാക്കിയിട്ട് വരട്ടെ. അല്ലാതെ കഴിവില്ലാത്തവരെ മേളിക്കയറ്റി വെക്കുകയും കഴിവുള്ളവരെ തരം താഴ്ത്തുകയും ചെയ്യുന്ന പോലത്തെ അറാം പറഞ്ഞ പരിപാടി ഇനിയുള്ള ഒരു മേഖലകളിലും ഉണ്ടാവാൻ പാടില്ല. അത് എത്രയൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞാലും പാടില്ല. കാര്യം നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും കഴിവില്ലാത്തവരാണ്. എന്തൊരു സമ്പ്രദായത്തിനും നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ഒരു മനുഷ്യനെ കരയിപ്പിക്കുകയും ഒരു മനുഷ്യനെ ഫ്രസ്ട്രേറ്റഡ് ആക്കുകയും ഒക്കെ ചെയ്യുന്നത് കഴിവില്ലാത്ത ആൾക്കാർ അവർക്ക് അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ കയറിയിരിക്കുമ്പോഴാണ്. ഓക്കെ, ഇപ്പോൾ ഒരു വലിയൊരു സ്ഥാപനം ഉണ്ടാകാം. ഇപ്പം അത്യാവശ്യം മില്യൺ കണക്കിന് വരുമാനമുള്ള ഒരു സ്ഥാപനം ഉണ്ടാകാം. ആ സ്ഥാപനത്തിൻ്റെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആൾക്കാരും ചിലപ്പോൾ അവരുടെ പ്രൊഡക്റ്റുകളെ കുറിച്ച് ഒന്നും ചിന്തിക്കാൻ അവർക്ക് ചിലപ്പോൾ സമയം പോലും കിട്ടാതെ വരാം. അപ്പോൾ അവരത് കുറേ പേരെ ഏൽപ്പിക്കാം. ഈ ഏൽപ്പിക്കുന്ന സമയത്തൊക്കെ അവർ ഓരോരോ എന്താ പറയുക, അതിൻ്റെ ഒരു റേഷ്യോ കണക്കാക്കിയിട്ടായിരിക്കും അവരതിനെയൊക്കെ വിലയിരുത്തുന്നത്. അവർ ചെയ്ത കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു കൊല്ലമൊക്കെ എടുത്തുനിന്നിരിക്കും. കാര്യം താഴെക്കടയിലോട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് അഖിൽമാരാർ ഇവിടെ പറയുന്നത്. അഖിൽമാരാർ എന്ന് പറയുന്ന ആളെ പോലും അവിടുന്ന് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു. കാര്യം ഇത് റോബിൻ വന്നിട്ട് ഒരു തവണ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞതാണ്. പക്ഷെ അന്നേരം റോബിൻ എന്ന് പറയുന്ന ഒരു വൻ സംഭവമായിട്ട് നിന്ന റോബിനെ ഇവർ തന്നെ അലമ്പാക്കി കളഞ്ഞല്ലോ. അത് നമ്മളെല്ലാവരും നേരിട്ട് കണ്ടാണ്. അവൻ്റെയും കുറച്ച് കയ്യിലിരിപ്പുണ്ട്. ഇപ്പം അഖിൽമാരാർ പ്രതികരിച്ചിട്ടുണ്ട്. അഖിൽമാരാർ ഭയങ്കരമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഷിബിനെ പുറത്തിറക്കിയതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നളിയന്മാരെ, ഇപ്പോൾ ബിഗ് ബോസ് എന്നല്ല, എന്ത് റീൽസ് എന്നല്ല, സിനിമ എന്നല്ല, എന്ത് പരിപാടി ചെയ്താലും പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലാതെ ഒരു സാധനവും നിലനിർത്താൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ പോലും 10 പേര് കണ്ട്, ആ 10 പേരിൽ നിന്ന് 100 പേര് കണ്ട്, 100 പേരിൽ നിന്ന് 1000 പേരൊക്കെ കണ്ട്, അങ്ങനെ കുറേ പേര് കാണുമ്പോഴാണല്ലോ നമുക്കും പിന്നെയും വീഡിയോ ഇടാൻ തോന്നത്തുള്ളൂ. എന്താടി, നിന്റെ ഫോൺ കൊണ്ടുപോയാലോ? അങ്ങോട്ട് അമ്മ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർ എന്ന് പറയാം, അത് വിജയ് കറക്റ്റായിട്ടൊരു സിനിമയ്ക്ക് അത് പറയുന്നുള്ളൂ. പീപ്പിൾസ് ഈസ് ദ പവർ ഓഫ് ദ വേൾഡ്. അതെ, പീപ്പിൾസ് ആണ് പവർ, ജനങ്ങളാണ് പവർ. പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ തന്നെ ചില നല്ല കാര്യങ്ങൾ പറയുന്ന സമയത്ത് എൻ്റെ വീഡിയോയുടെ അടിയിൽ കൊണ്ടുവന്ന് കുറേ നാറികൾ കുറേ തെറി കമൻറ്റുകളും കുറേ വൃത്തികളും ഒക്കെ എഴുതിയിടാറുണ്ട്. അതിൻ്റെ അകത്ത് 99% ആൾക്കാരും ഫേക്ക് IDs ആണ്. ഈ ഫേക്ക് IDകളെ മുഴുവനും വലിച്ചു പൊളിച്ചത് ആരാണെന്ന് വരെ നമുക്ക് ഫൈൻഡഡ് ആവുകയും അതിനെതിരെ നമ്മളൊരു കേസ് കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ അത് കുറേ ആൾക്കാർ നമ്മളൊരു ക്ഷമാപണം പറയും, ചേട്ടാ സോറി പറയുകയും ഞങ്ങൾക്ക് അന്നേരത്തെ ഒരു വികാരത്തിൽ പറ്റിപ്പോയതാണെന്ന് പറയുകയും, അങ്ങനെ കേസ് കൊടുത്തതിൽ കുറേ എണ്ണം ഇപ്പോഴും കേസിൻ്റെ പുറകെ നടക്കുകയും ഇനി അവന്മാരിട്ടതിനുള്ള നഷ്ടപരിഹാരം അവന്മാർ തരേണ്ടിയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ബിഹൈൻഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊട്ടന്മാരുടെ വിചാരം എന്തോ, ഇവന്മാർ ഫേക്ക് ID വെച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കുറേ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആരും അറിയത്തില്ലെന്നാണ്. എടാ വധൂരികളെ, ഇത് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരുത്തൻ ഉണ്ടാക്കിയ സാധനമാണ്.
ഒരു IT പ്രൊഫഷണൽ അല്ലെങ്കിൽ IT ഇൻഫർമേഷൻ ടെക്നോളജി പ്രകാരമുള്ള ആൾക്കാർ അവരുടെ തലപൊകിഞ്ഞിരുന്ന് ഉണ്ടാക്കിയ സാധനം. അപ്പം നിന്നെപ്പോലൊരു പൊട്ടന് ഫേക്ക് ID ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവന്മാർ തന്നെയാണ്. അപ്പോൾ അവന്മാർക്ക് അറിയാൻ പാടില്ല നീ ഏത് മന്ദബുദ്ധിയാണെന്നുള്ളത്. അത് വിട്. അത് കമൻറ്റുകൾക്ക് ഉള്ള ഒരു മറുപടിയായിട്ട് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാർ പറഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ട് ആധികാരികമായി നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അഖിൽമാരാർ മിക്കവാറും ഫോക്കസ് ഓൺ ചെയ്യുന്നത് അവിടെയുള്ള 2 പേരെ ആണെന്നുണ്ടെങ്കിൽ ആ 2 പേരിൽ നിന്ന് അഖിൽമാരാർക്ക് നല്ല നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഖിൽമാരാർ ഇപ്പോഴും ഇതിൻ്റെ ഷോ നടത്തുന്ന ഒറിജിൻ വിദേശ കമ്പനിയായിട്ടുള്ള എൻഡോസൾഫാനോ അല്ലല്ലോ, എൻഡമൻ ഷെയ്മാനോ, അങ്ങനെ എന്തോ ഒരു കമ്പനി, പേര് എനിക്കറിയത്തില്ല. അങ്ങനെ പേര് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും അതിപ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. എൻഡോസൾഫാൻ എന്നാണോ എൻഡമൻ ഷൈമൻ എന്നാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു കമ്പനിയുണ്ട്. ആ കമ്പനീൻ്റെ അവരുടെ ഉദ്ദേശം ശരിയാണ്, അത് കറക്റ്റാണ് ഞാൻ പറയുന്നത്. കാര്യം ഒരു പൈസ മുടക്കുന്ന ഒരാളുടെ ഉദ്ദേശം എപ്പോഴും കറക്റ്റായിരിക്കും. അയാൾക്ക് ലാഭം കിട്ടണം, പക്ഷെ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. പക്ഷേ അതിന് വേണ്ടിയിട്ട് കൂടെ നിർത്തുന്ന അല്ലെങ്കിൽ കൂടെ കൂട്ടുന്ന ആൾക്കാരിൽ ഒരു 80%-ൽ 25% പേരും ഊളകളായിരിക്കും. ഈ ഊളകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവരെ നമ്മൾ അവരുടെ റിസൾട്ട് കൊണ്ട് നമുക്കറിയാം. നമ്മൾ ഭയങ്കര അവർ നല്ലവരാണെന്നൊക്കെ പ്രതി കൂടെ നിർത്തും, പക്ഷെ അതിൽ പലരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കി കളയുക. ഇല്ലേ, അഖിൽമാരാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടെ. അവനാണ് തലപ്പത്തിരിക്കുന്നുണ്ടെങ്കിൽ അവനെ തലയങ്ങ് വെട്ടിയാൽ പോരെ, അവൻ പിന്നെ താഴത്തോട്ട് വന്നുള്ളൂ. കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. എനിക്ക് അഖിൽമാരാറിൻ്റെ തെളിവുകളൊന്നും അറിയത്തില്ല, ആരാണ് ഇതിനെതിരെ പറഞ്ഞതെന്ന് അറിയത്തില്ല. പക്ഷേ അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ വന്ന് പറഞ്ഞതിനോട് എനിക്കിഷ്ടമുണ്ട്. ഒരു പരിപാടിയുണ്ട്. കാര്യം ആ പുള്ളി പറഞ്ഞ നേരെ ലൈവ് കാണാനായിട്ട് കൂടിപ്പോയാൽ 10-25 പേരൊക്കെ ഉള്ളൂ. 24 മണിക്കൂർ 24/7 ലൈവ് കാണുന്ന 10-25 പേരേ ഉള്ളൂ. ഞാനും ഇടയ്ക്ക് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടും വരിക നടക്കുന്നതെന്ന് അറിയാൻ വെച്ച് നോക്കാറുണ്ട്. അപ്പോഴും 10-25 പേരേ ഉള്ളൂ. നിങ്ങൾക്കും അറിയാലോ, നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാം, നിങ്ങൾ ഓരോ ജോലി